നീ ശരിക്കും രക്ഷപ്പെട്ടതാ. ആക്ച്വലി ആ പെണ്ണുണ്ടല്ലോ നിന്റെ ലൈഫിൽ ഒരു തരത്തിലും ചേരുന്നല്ല. ആ പെണ്ണ് ആർക്കും ചേരുന്നവളല്ല. അവളുടെയൊക്കെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ശരിക്കും ഹൃദയമല്ല, കല്ലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് ഉരുകാൻ പോകുന്നില്ല, ആർക്കു വേണ്ടിയും അലിയാനും പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ അവള് മനഃപൂർവ്വം എന്റെ അവസ്ഥ പോലും ഇങ്ങനെ ആക്കിയത്. പിന്നെ നിനക്കറിയോന്ന് എനിക്കറിയില്ല, ഈ പണമുള്ള വീട്ടിലെ പണക്കാരായ പെമ്പിള്ളേരെല്ലാം എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കോടാ. ഒരലിവും ഉണ്ടാവില്ല. അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനുണ്ടല്ലോ, അവരൊരു വലിയ പണക്കാരനാ. ആ പയ്യനും പെണ്ണും അവര് ശരിക്കും പെർഫെക്റ്റ് മാച്ചാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? ആംഗ്ലേ, ഞാനത്ര നല്ലവനൊന്നുമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ പെണ്ണ് എന്നെക്കാളും വളരെ മോശക്കാരിയാ. മാത്രമല്ല, ഞാൻ ഉറപ്പിച്ച് പറയാം, ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലെ മരുമകളാ ഒരു യോഗ്യതയില്ല ആംഗ്ലേ. ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്താ പറയുന്നത്. എടാ നിക്കടാ. എൻ്റെ ഉണ്ണികൃഷ്ണ, എന്നും ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ കല്യാണത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകരുതേ. രോഹൻ, നീയോ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അതും ഈ വേഷത്തിൽ വന്ന് നിൽക്കുന്നു. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഈശ, നീ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ സത്യത്തിൽ ആരെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, അവനാ നിന്നെ ചതിച്ചത്. വളരെ വലിയൊരു ചതിയാണ് നിന്നോട് ചെയ്തിരിക്കുന്നത്. നീ എന്തൊക്കെ ഈ പറയുന്ന രോഹൻ? ആരെന്നെ ചതിച്ചു എന്നാ നീ പറയുന്നേ? അങ്ങനെ ആരെ എന്നെ പറഞ്ഞു പറ്റിക്കാൻ? അത് ആരായാലും ശരി, വ്യക്തമായിട്ടൊന്ന് പറ. ഞാൻ തന്നെയാണ് നിന്നെ ചതിച്ചത്. വാസ്തവം എന്താന്ന് വെച്ചാൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുകൂടി. രോഹൻ, നീ എന്തൊക്കെയാ പറയുന്നേ? രോഹൻ, നീ പറയുന്ന കള്ളല്ലേ? സത്യത്തിൽ നമ്മൾ തമ്മിൽ ഇഷ്ടമല്ലേ? അതെല്ലാരോടും പറ, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. കൊള്ളാം, നിന്റെ ഓട്ടോ ഒക്കെ കൊള്ളാം. നിന്നെ ഇപ്പൊ തടഞ്ഞില്ലായിരുന്നെങ്കിലേ നീ ചിലപ്പോ ഒളിമ്പിക്സിന്റെ റെക്കോർഡ് പോലും തകർത്താൻ. പക്ഷെ എന്ത് ചെയ്യാനാ, നീ അവിടുന്ന് ഓടിയതും ഞാൻ പ്ലാൻ ചെയ്തതനുസരിച്ചായിരുന്നു.
ഇവിടെ ഇങ്ങനെ പിടിക്കപ്പെട്ടത് അതുപോലെ തന്നെ. മനസ്സിലായോ? അതേതെ. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നിടത്ത് നിന്ന് 2 വഴികൾ തിരിയുന്നുണ്ട്. ഒന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക്, പിന്നെ രണ്ടാമത്തേത് നിന്റെ മരണത്തിലേക്ക്. അപ്പൊ ഇനി ശരിക്കും ഡിസൈഡ് ചെയ്യേണ്ടത് നീയാ. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അച്ഛൻ്റെ വീട്ടിലേക്കോ അതോ മരണം നിനക്കല്ല, എന്റെ അച്ഛനായിരിക്കും. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നല്ല മക്കൾ എങ്ങനെയായിരിക്കണം എന്നറിയോ? അവരച്ഛനമ്മമാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവരായിരിക്കണം. ഉം? എന്നാ കേട്ടോ, നീ ഇപ്പൊ ഇവിടുന്ന് നേരെ ഇഷയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് നീ ഇഷയോട് പറയുന്നു, ഞാൻ ഈ കല്യാണത്തിന് ഒരുക്കമല്ല. ഞാൻ ഈ സ്നേഹമാണെന്ന് കരുതിയൊക്കെ വെറും അട്രാക്ഷൻ മാത്രമായിരുന്നു. അത് വെച്ച് ലൈഫ് മൊത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാണ്, ഞാൻ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ ഈ കല്യാണവും ഈ ഒരുക്കങ്ങളെല്ലാം ഐ എം റിയലി സോറി. നീ നല്ലൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഫോൺ ചെയ്ത് നിന്ന് കള്ളം 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 കള്ളം. നിനക്ക് പറയാനുള്ളത് നിന്റെ കണ്ണിൽ തന്നെയുണ്ട്. അതിൽ കാണുന്നത് ഇഷ്ടമല്ല, എന്നോടുള്ള ഭ്രാന്താണ്. രോഹൻ, ശരിക്കും സത്യം എന്താന്ന് പറ. എന്തിനെങ്ങനെ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത്? ഞാനെന്തിനാ നിന്റെ മുന്നിൽ അഭിനയിക്കുന്നത്? ഞാൻ എവിടെ നിൽക്കുന്നു, നീ എവിടെ നിൽക്കുന്നു? നീയൊക്കെ വലിയ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്നവളാ. ഞാനാണെങ്കിൽ ഒരു സാധാരണ ഫാമിലിയിൽ. ഈ പ്രേമമൊക്കെ കോളേജ് ക്യാൻറ്റീനിലും ക്ലാസ് റൂമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന. എന്നാ കല്യാണോ? അതൊരു കുടുംബത്തിന്റെ 4 ചുവരിനുള്ളിൽ അടച്ചിട്ട് തന്നെ വേണം. അതൊന്നും എന്നെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ മാത്രമല്ല, ഞാൻ ഇപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്റെ കരിയറിന്റെ കാര്യം എന്താ? എനിക്കൊരു IAS കാരനാവേണ്ടതാ. അതിന് നീ IAS എടുക്കുന്നതിൽ ഞാൻ തടസ്സമാണോ? ഈ കാര്യം നമ്മൾ എപ്പോഴും സംസാരിച്ചതാ. അത് നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ? നമ്മൾ ഒരുമിച്ച് IAS എടുക്കുന്നു, നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ? നിനക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല. ഇതൊക്കെ കേൾക്കാനും പറയാനും നന്നായിരിക്കും. പക്ഷെ സത്യം എന്ന് പറയുന്നത്, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് തുല്യത ഉള്ളവർ തമ്മിലാ വേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ എന്നെ എന്റെ വഴിക്ക് വിടുന്നതാണ് എനിക്ക് നല്ലത്. ഏതെങ്കിലും വലിയ കുടുംബത്തിലെ പയ്യനെ വിവാഹം കഴിച്ച നീ നിന്റെ സൗകര്യം പോലെ ജീവിച്ചോ? ഇത്രയും പറഞ്ഞ് ഒരു നമസ്കാരം കൊടുത്ത് പെട്ടെന്ന് സ്ഥലം വിട്ടേക്കാം. അതിനിടയ്ക്ക് എന്തെങ്കിലും മിടുക്ക് കാണിക്കാൻ ശ്രമിച്ചാ നിന്റെ ഈ പാവ അച്ഛനുണ്ടല്ലോ, ലോകത്തിനോട് നമസ്കാരം പറഞ്ഞങ്ങ് സ്ഥലം വിടും. ഇവന്റെ അച്ഛനെ പിടിച്ചോണ്ടോ. രോഹൻ, അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയാ? എന്റെ സ്നേഹം തമാശയാണെന്നാണോ കരുതിയേ? രോഹൻ, നീ എന്നോട് കള്ളം പറയാ. നീ എന്താ ഒളിക്കുന്നില്ലേ? ആരോ പറയാൻ പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങനൊക്കെ പറയുന്നേ? നിന്നെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആരൊക്കെയോ പറഞ്ഞിട്ടാ നീ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? എന്ത് സത്യമാണ് ഞാൻ പറയണ്ടേ? നിന്റെ അമ്മ ഒരു മോശ സ്ത്രീയാണെന്ന് പറയുന്നത്. നിന്റെ അമ്മ ഒരു മോശ സ്ത്രീയാണെന്ന് പറയുന്നത്. നിന്റെ അമ്മയെ പോലെ ഒരു സ്ത്രീയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. നിന്നെയൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ എന്നും എന്റെ കൂടെ ഉണ്ടാവൂ. ജീവനം നന്നായി മുന്നോട്ട് പോവോ? ഓ മര്യാദയ്ക്ക് നിർത്തിക്കോ നിന്റെ അസംബന്ധം. എന്റെ മോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടില്ല? അമ്മേ, നമ്മുടെ ഇഷ എത്ര നിഷ്കളങ്കയാണെന്ന് കണ്ടില്ലേ? ഇവന്റെ പഞ്ചാര വാക്കുകൾ കേട്ട് മയങ്ങി അത് സ്നേഹമാണെന്ന് അവള് കരുതി. എന്നിട്ട് എന്നോട് വഴക്കിട്ടു. എന്നാ യവനോ? ഇവൻ എന്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ധൈര്യം കാണിച്ചു. എന്തായാലും കൃത്യസമയത്ത് തന്നെ നീ ആരാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായല്ലോ. ഇറങ്ങി പോടാ. അല്ലെങ്കിൽ നീ ആരാടാ എന്റെ മോളെ ഉപേക്ഷിക്കാൻ? ഞാൻ ഗുലാബ് സിംഗ്. ഞാനാ നിന്നെ അവളുടെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടുന്നത്. ഇനി എന്തെങ്കിലും എന്റെ മോളുടെ പരിസരത്ത് എവിടെയെങ്കിലും നിന്നെ കണ്ടാൽ പിന്നെ നിന്നെ ഈ ലോകത്ത് എവിടെയും കാണില്ല. മനസ്സിലായോ? തടഞ്ഞു പോടാ.